ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇച്ചിരി മടി പിടിച്ചൊരു ദിവസമാണ്. മടിയാണ്, എഴുന്നേൽക്കുമ്പോൾ മുതൽ മടി തോന്നാൻ സാധ്യതയുണ്ട്. സൺഡേ ആണല്ലേ? ഓക്കെ ഓക്കെ, അതാണ് കേട്ടോ, സൺഡേ ആയതുകൊണ്ടാണ് ഭയങ്കര മടി തോന്നാൻ സാധ്യത ഉണ്ടെന്നാണ്. അതായത് നമുക്ക് നിയറിങ് കംപ്ലീഷനാണ്. അതായത് 10 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ആ സൈക്കിൾ എൻഡാണ്. അപ്പോൾ അവിടെ സക്സസ്സിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീഷനിലേക്ക് പോകുന്ന ഒരു സൈക്കിള് തീരുന്ന അതിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അലസത, മടി അങ്ങനെയുള്ളൊരു കാര്യം കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സക്സസ്ഫുൾ ആയി, അല്ലെങ്കിൽ നമ്മുടെ വിഷ് കം ട്രൂ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് സക്സസ്ഫുൾ ആകാൻ പോകുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന, അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഈ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വിമുഖതയുള്ള ഒരാൾ, ഒരു ആക്ഷൻ എടുക്കാൻ മടിയുള്ള ഒരാൾ. കാരണം അയാൾ സക്സസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ട് അയാൾ ഇരിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ മടിയൊക്കെ തോന്നാൻ സാധ്യത ഉണ്ട് എന്നാണ് ഈ 9 ഓഫ് കപ്സ് പറയുന്നത്. ആണോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ ഇന്ന് മടിയുള്ള ദിവസമാണോ എന്ന്. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ദെൻ 7 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു തോന്നലാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനെ നേരിടേണ്ടത്, പിന്നെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കത്തില്ലേ. ആ നെഗറ്റീവ് തോട്ട്സാണ് ഈ പറഞ്ഞ 7 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മുന്നോട്ട് പോകണം, പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ഈ പ്രതിബന്ധങ്ങളോട് നമ്മൾ ഒറ്റയ്ക്ക് എതിരിടുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് വാണ്ട്. ഇതിൽ കൂടുതലും നമ്മളായിട്ട് ഓവർ തിങ്ക് ചെയ്തുണ്ടാക്കിയിട്ടുള്ള റീസൺസ് ആണ്. അങ്ങനെ ആയിരിക്കും, അവരിങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോയാൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ തന്നെ സ്ട്രഗ്ലിംഗ് ആക്കുന്ന ഒരു എനർജിയാണ് 7 ഓഫ് വാണ്ട്സ്. അതായത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പലവിധ കാരണങ്ങളോട് നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കുക, എതിരിടുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ നടക്കുന്നത്. നിങ്ങൾ ചുറ്റുമുള്ള ആളുകളെല്ലാം നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, നിങ്ങളുടെ ഗ്രോത്തിനെ അത് തടസ്സപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ വാണ്ടിലൊരെണ്ണം അതാണ്, നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ്. പിന്നെ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ബേർഡൻ കാണും. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഫിനാൻഷ്യലി നിങ്ങൾക്കത് പറ്റുന്നുണ്ടാവത്തില്ല, ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവത്തില്ല, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള നമ്മുടെ ചിന്ത ഒരു പ്രശ്നമാണ്. ഇനി ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ പുറകോട്ട് വലിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവുകയും ആ കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന എനർജിയാണ് 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് തോട്ടിലിരിക്കുക, ഒരുപാട് കാര്യങ്ങളോട് ഒറ്റയ്ക്ക് എതിരിടുക എന്നൊക്കെ പറയുന്ന എനർജിയാണ് 7 ഓഫ് വാണ്ട്സ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളായിരിക്കാം, ആരാണെന്ന് പോലും നിങ്ങൾക്ക് വ്യക്താവത്തിൽ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു, നിങ്ങൾക്ക് ശത്രുപക്ഷത്ത് നിൽക്കാൻ കുറേ അധികം ആളുകളുള്ള പോലെയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. ആ എനർജിയാണ് 7 ഓഫ് വാണ്ട് കേട്ടോ. ദെൻ 4 ഓഫ് വാണ്ട്സ് ആണിത്. നിങ്ങൾ എന്തെങ്കിലും കല്യാണമോ കല്യാണ നിശ്ചയമോ പോലുള്ള ഫങ്ഷൻസിൽ പങ്കെടുക്കുക. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കല്യാണ നിശ്ചയമോ കല്യാണമോ ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഒരു അരങ്ങേറ്റം പോലെയോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിങ്ങൾ പാഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫസ്റ്റ് അച്ചീവ്മെൻറ്റ്, നിങ്ങൾ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ കയറുന്നതായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു കളിമണ്ണ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ ഒരു മോൾഡ് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ഉണ്ടാക്കത്തില്ലേ, അതായിരിക്കും. അതായത് ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തോ ഒരു നേട്ടം ഉണ്ടാവുന്നുണ്ടെന്നാണ്, ഒരു അച്ചീവ്മെൻറ്റോ റെക്കഗ്നിഷനോ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് പറയുന്നത്. മോസ്റ്റ്ലി ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും, അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ കാർഡാണിത്. നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്ത് വേണമെന്ന് അതിയായി ആഗ്രഹിച്ച് ചെയ്തു വന്നൊരു കാര്യം സക്സസ്ഫുൾ ആവുന്നൊരു കാർഡാണിത്.
ദെൻ ഒരു സോൾമേറ്റ് യൂണിയനാണ്. സോൾമേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന ദിവസം റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാർഡാണിത്. ദെൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഹോം കമ്മിങ് എന്ന് പറയും. ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ 4 ഓഫ് വാണ്ട്സിൻ്റെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദെൻ 6 ഓഫ് കപ്സ് നിങ്ങൾക്ക് വീണ്ടും റീയൂണിയനാണ്. ഇത് മുന്നേ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം, മുന്നേ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ മുൻപ് ജോലി ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, ഒരുപാട് കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലപ്പോൾ ഈ റീയൂണിയനൊക്കെ തന്നെ ഇല്ലേ, അതായത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള കോളേജസിലൊക്കെ ആലുമിനി അസോസിയേഷൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളതായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും റീയൂണിയൻ ഫംഗ്ഷൻസിലൊക്കെ ചിലപ്പോൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പഴയ ആളുകളെ കാണുന്നതോ, പഴയ ഫ്രണ്ട്സിനെ കാണുന്നതോ, കൂടെ ജോലി ചെയ്ത ആളുകളെ കാണുന്നതോ, പണ്ട് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലേക്കോ വീട്ടിലേക്കൊക്കെ പോകുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ബന്ധുക്കളോ കൂട്ടുകാരോ അവരെക്കുറിച്ച് നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ അവരെക്കുറിച്ച് സംസാരിക്കുന്നതോ എന്തോ ആകാം. അത്തരത്തിലുള്ളൊരു എനർജിയാണിത്. പ്ലസ് ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് തമ്മിൽ മാരീഡ് ആവുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും തമ്മിൽ ഒരു കണക്ഷനിലേക്ക് വരിക, റീയൂണിയൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ 2 ലവേഴ്സ് തമ്മിലുള്ള റീയൂണിയൻ ആകാനും സാധ്യതയുണ്ട്. പിന്നെ ബ്രദർ സിസ്റ്റർ അതുപോലെ സിബ്ലിങ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവുക, ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്കൊരു പരിചയമില്ലാത്ത ഒട്ടും നമുക്ക് പരിചയമില്ലാത്ത തീർത്തും നമുക്ക് അപരിചിതനായ ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇന്ന ദിവസം സഹായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ വീട് വാങ്ങുക, വിൽക്കുക, നമ്മുടെ പാരമ്പര്യ സ്വത്തിൽ ഒരു വീതം കിട്ടുക, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് 6 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ദെൻ 5 ഓഫ് സോർഡ്സ് ആണ്. ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കുക എന്നാണ്. അതായത് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ഇടത്ത് നമ്മളെക്കൊണ്ട് പരമാവധി പണിയെടുപ്പിക്കുക. ചിലപ്പോൾ ഇന്ന് മറ്റാളുകളൊക്കെ ലീവ് എടുക്കുവാണെങ്കിൽ അവരുടെയും കൂടെ ജോലി നമ്മളെക്കൊണ്ട് പണിയെടുപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ് നമുക്കല്ല, മറ്റുള്ളവരാണ് ഏൺ ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതിൻ്റെ പ്രോഫിറ്റും ബെനിഫിറ്റും മറ്റുള്ള ആളുകൾ എടുക്കുന്നതാണ്. അതുപോലെ നമ്മളെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് കളിയാക്കുക, ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ള എനർജി ഉണ്ട്. അതുപോലെ നമ്മളെ ഉപയോഗിച്ച് മറ്റുള്ളവർ ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു എനർജി ഉണ്ട്. സെൽഫിഷ്നെസ് ആണ് കേട്ടോ, മോസ്റ്റ്ലി സെൽഫിഷ്നെസ് ആണ്. അതായത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുക എന്നൊരു എനർജി ഉണ്ട്. അതിൻ്റെ കൂടെ എന്ത് വില കൊടുത്തും അവരവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കരിവാക്കുക എന്നൊരു എനർജി ഉണ്ട്. അതായത് അവള് പറഞ്ഞു ഇവള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരെടുത്തിട്ടിട്ട് അവർ രക്ഷപ്പെടുക, നമ്മുടെ തലയിലേക്ക് ഭാരം ഇട്ടിട്ട് അവർ രക്ഷപ്പെട്ടു പോകത്തില്ലേ. അപ്പോൾ അവർക്ക് ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളെ ഇരയാക്കും. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് നമ്മളിങ്ങനെ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് 5 ഓഫ് സോർഡ്സ് പറയുന്നത്. അതുപോലെ ഇന്ന് നമ്മൾ അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുവാണ്. അപ്പോൾ നമ്മളത് നോക്കിയും കണ്ടും നിൽക്കണം. നമ്മുടെ എനർജി നമുക്ക് വേണ്ടിയിട്ടല്ലാതെ കൂടുതലായിട്ട് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അപ്പം നല്ല ശമ്പളത്തിൽ ജോലി കിട്ടുവാണെങ്കിൽ ജോലി ഉണ്ട് അല്ലെങ്കിൽ ശമ്പളം ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ ചത്ത് കടന്ന് പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ സമയനിഷ്ഠയൊക്കെ ഉണ്ട്, ജോലി ചെയ്യുന്നതിനൊക്കെ സമയനിഷ്ഠയൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള ജോലികളൊക്കെ ചെയ്തിരുന്നാൽ മതി. നമ്മൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ എനർജിയും കളഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത്രയൊന്നും എഫേർട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇന്ന് അത്തരത്തിൽ നമ്മളെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കരുതി കൂട്ടി നിൽക്കണം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അവർ പറഞ്ഞ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കരുവാക്കുക. അപ്പം ഈ ചീഞ്ഞ മീനൊക്കെ നമ്മൾ വിൽക്കത്തില്ലേ, ചീഞ്ഞ മീനൊക്കെ പോയി മേടിച്ച് വരത്തില്ലേ, അതാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരത് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കും. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ മുതലാക്കുക. അങ്ങനെയുള്ള എനർജിയാണ് ഈ 5 ഓഫ് സോർഡ് എന്ന് പറയുന്നത്. വിന്നിങ് അറ്റ് എനി കോസ്റ്റാണ്. എന്ത് വില കൊടുത്തും സ്വയം രക്ഷപ്പെടുക, സ്വയം, അതാണ് കേട്ടോ. ദെൻ അടുത്ത കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇതൊരു മെറ്റീരിയൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് ഈ മെറ്റീരിയൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ കുറേ അധികം നാൾ കാത്തിരുന്നിട്ടുണ്ടാവും. ഈ കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല, അത് പതുക്കെയാണ് നമ്മളിലേക്ക് വരുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് നമ്മളിലേക്ക് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് ഈ മെറ്റീരിയൽ ബെനിഫിറ്റ് നമ്മളിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കാര്യം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ വാല്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുക.
ആ നഷ്ടപ്പെട്ടു പോയ സാധനം നമുക്ക് തിരിച്ചു കിട്ടാൻ കുറേ സമയം എടുക്കുവാണെങ്കിൽ ആ സാധനം നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടുക, ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കുള്ള സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ വസ്തുക്കളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല, ഈ കാര്യങ്ങളെ നമ്മൾ വേണ്ട മൂല്യം കൊടുത്ത് നമ്മൾ ചെയ്തില്ല, അതില്ല എങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാകാം എന്നുള്ളതൊക്കെയാണ്. അപ്പം ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഈ സാധനം ഇല്ലാത്തപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട കുറേ പെയിൻ ആയിരിക്കാം, അതൊക്കെയാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന എന്തോ ഒരു കാര്യം നമ്മളിലേക്ക് വരുന്നു എന്നാണ്. മേ ബി അത് പണമായിരിക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് മോസ്റ്റ്ലി പണം നമ്മളിലേക്ക് വരുന്നു എന്നാണ്, നമ്മൾ കാത്തിരുന്ന പണം നമ്മളിലേക്ക് വരുന്നു എന്നാണ്. അതിൻ്റെ കൂടെ നമ്മൾ കാത്തിരുന്ന ഒരു വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ വസ്തുവൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റത്തില്ല വേണ്ടാന്ന് പറഞ്ഞ് പോയ വസ്തുവൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ച് നമ്മളെ വിളിച്ച് വീണ്ടും നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് പോകത്തില്ലേ, അത്തരത്തിലുള്ളൊരു എനർജി വസ്തുവായിരിക്കാം, ഗോൾഡ് ആയിരിക്കാം, പണമായിരിക്കാം, അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏതോ ഒരു വസ്തു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ 10 ഓഫ് കപ്സ് ആണ്. ഇത് ഫാമിലി ടൈമിൻ്റെ കാർഡാണ്, അതായത് ഫാമിലി യൂണിയൻ ആണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. ഫാമിലിയോടൊപ്പം ട്രിപ്പ് പോവുക, പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാന്നൊക്കെയാണ് ഈ 10 ഓഫ് കപ്സ് പറയുന്നത്. ഇത് ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ഫാമിലിയൽ ബോണ്ടേജസിൽ വളരെ സ്ട്രോങ് ഫാമിലിയൽ ബോണ്ടേജ് ഉണ്ടാകുന്ന ദിവസമാണ്. അവിടെ ഫിസിക്കലായിട്ടുള്ള ഇൻറ്റിമസീസ് ഉണ്ടാവുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുക, ഫാമിലിയൽ ബോണ്ടേജസ് സ്ട്രോങ് ആവുക എന്നൊരു എനർജിയാണ് ഇവിടെ. അതിൻ്റെ കൂടെ ഫാമിലി പോലെ ജീവിച്ചിരുന്ന, ലിവിങ് ടുഗദർ ആയിരിക്കാം, പാർട്ട്ണർഷിപ്പിൽ ജീവിച്ചിരുന്നവരായിരിക്കാം, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചും ഇവിടെ ഒരു റീയൂണിയൻ ആണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ സെപ്പറേഷനൊക്കെ ആയിരുന്നെങ്കിൽ റീയൂണിയൻ ആണ്. ഇവർ എല്ലാവരും ഒരുമിച്ച് ചേരുക, കൂടിച്ചേരുക, ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തുക, നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയാണ് ഈ 10 ഓഫ് കപ്സ് പറയുന്നത്. ഒരു ഫാമിലി യൂണിയൻ ആണ് കേട്ടോ 10 ഓഫ് കപ്സ്. ദെൻ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ക്വീൻ ഓഫ് സോഡ്സ് പറയുമ്പോഴേ ഈ 10 ഓഫ് കപ്സും ക്വീൻ ഓഫ് സോഡ്സും വരുമ്പോൾ ഈ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ അങ്ങനെയുള്ള ഒരു ഫാമിലിയുടെ കൂടെ അമ്മ അച്ഛനൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അമ്മ കുറച്ച് അതോറിറ്റേറ്റീവ് ആണെന്ന് വിചാരിക്കും. അമ്മ ഇങ്ങനെ ചോദ്യം ചെയ്യുക, അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അമ്മയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവുക, അത് ചിലപ്പോൾ അവിടെ കുറച്ച് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് അമ്മ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് അതോറിറ്റേറ്റീവ് ആണെങ്കിൽ അവരാവാം, അതല്ല അമ്മയാണ് കുറച്ച് കൺട്രോളിങ് എങ്കിൽ അവരായിരിക്കാം. ഈ രണ്ടു പേരിൽ ആരോ ഒരാൾ കാരണം വീട്ടിൽ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ചില കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ വഴക്കുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ചിലപ്പോൾ നിങ്ങളെ ഭരിക്കുന്ന ഭാര്യയായിരിക്കാം, അവർ ആ ഒരു വീട്ടിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന പോലൊരു എനർജിയാണ് വരുന്നത്. ചിലപ്പോൾ അത് ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന അമ്മയായിരിക്കാം. അവിടെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ് കാണുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ നമ്മൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ക്ലാരിറ്റി കൊടുക്കാൻ ശ്രമിക്കുക, പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, സമയം അവർക്ക് ക്ലാരിറ്റി കൊടുത്തോളൂ. ദെൻ എംപ്രസ് ആണ്. ഇപ്പം നിങ്ങളെ വളരെ ഭംഗിയായിട്ട് നിങ്ങളെ തന്നെ അഡോൺ ചെയ്ത് അലങ്കരിച്ച് നിങ്ങൾ ഭംഗിയായിട്ട് ഒരുങ്ങി ഒക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, നിങ്ങളുടെ എനർജി മറ്റുള്ളവർ സ്ക്വീസ് ഔട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾ വളരെ സുന്ദരിയായിട്ടായിരിക്കും പോകുന്നത്. നിങ്ങളെ തന്നെ കാണുമ്പോഴത്തേക്ക് ആഹാ കൊള്ളാലോ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. പ്ലസ് ഇന്ന് അബണ്ടൻസിൻ്റെയും മദർഹുഡിൻ്റെയും അതുപോലെ ഫെർട്ടിലിറ്റിയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും കാർഡാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. ചിലർക്കൊക്കെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ദിവസമായിരിക്കും. പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ പറഞ്ഞ പോലെ നിങ്ങളെവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നിങ്ങൾ അത്രയും ഭംഗിയായിട്ടായിരിക്കും ഇന്നേ ദിവസം നിങ്ങളെ എക്സ്പ്രസ് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയൊരു ഡിഷ് ഉണ്ടാക്കുന്നതായിരിക്കാം, പുതിയ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചിലപ്പോൾ നിങ്ങളിന്ന് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്ലസ് അബണ്ടൻസ് ആണ്. മാനിഫെസ്റ്റേഷനും അബണ്ടൻസും ആണ്. ഇന്ന് വളരെ അബണ്ടൻ്റ് ആയിരിക്കാൻ പറ്റും. അതുപോലെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, ഹൈ എനർജിയിലിരിക്കുക, എംപ്രസിൻ്റെ എനർജിയിലിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എംപ്രസ് എനർജി പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ആണ് ഒന്ന് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. പണം ധാരാളമായിട്ട് വരുമെന്നാണ്.
ചുറ്റി കിട്ടുക, ലോട്ടറി അടിക്കുക, ധാരാളം പണം നമ്മളിലേക്ക് വന്നു ചേരുക എന്നൊക്കെയാണ് കേട്ടോ. വീണ്ടും വീൽ ഓഫ് ഫോർച്യൂണാണ് ബോട്ടം വന്നേക്കുന്നത്. അതും ഗുഡ് ലക്കിൻ്റെ കാർഡാണ്. ഭാഗ്യചക്രം നമുക്ക് അനുകൂലമായി തിരിയുന്നു എന്നുള്ളതാണ്. ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നു എന്നാണ്, ചേഞ്ച് ഉണ്ടാകുന്നു എന്നാണ്, ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നു എന്നാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടുമെന്നും ചീത്ത ചെയ്താൽ ചീത്ത കിട്ടുമെന്നും മനസ്സിലാവുന്ന ദിവസമായിരിക്കും. ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലൈഫിൽ ഇന്നെന്ത് യൂഷ്വലായിട്ടാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മറ്റ് ചിലരെ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. ചില കാര്യങ്ങൾ നമ്മളെ കുറച്ച് പെയിൻഫുൾ ആക്കുമായിരിക്കും, ചിലപ്പോൾ വളരെ ഹാപ്പി ഉള്ളതാക്കുമായിരിക്കും. അങ്ങനെയുള്ള എന്തോ ഒരു സാഹചര്യം ഇന്ന ദിവസം ഉണ്ടാവുന്നുണ്ട്. കാരണം അതൊരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ഇന്ന് ഉണ്ട്. അതിൻ്റെ കൂടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ധാരാളം പണം, അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്. എന്നാൽ ഒത്തിരി പേർക്ക് പണം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ പണം കിട്ടുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യുകയോ തുടങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് മീൻസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പണം കിട്ടുന്ന ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഒരു സംരംഭം നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണാണ് ബോട്ട്. അപ്പോൾ പറഞ്ഞല്ലോ ചിട്ടി അടിക്കാനും കുറി അടിക്കാനും ലോട്ടറി അടിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഹൈ എനർജിയിൽ ഇരുന്നാലാണ് ഈ പറഞ്ഞ ഹൈ എനർജിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. രാവിലെ എണീക്കുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി, ഈ ഭൂമിയിലേക്ക് വരാൻ കിട്ടിയ അവസരത്തിന് നന്ദി, ഭൂമിയിലേക്ക് വരാൻ കാരണമായ അച്ഛനും അമ്മയ്ക്കും നന്ദി, തുടങ്ങി നമുക്ക് എന്തെല്ലാം ഉണ്ടോ അപ്പോൾ നമ്മളിരിക്കുന്ന കസേര ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും നന്ദിയും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ ഹൈലി വൈബ്രേറ്റുള്ള സാധനമായ മണി നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ മണി എനർജി നമ്മൾ നന്നായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ പണം നമ്മളിലേക്ക് അട്രാക്റ്റഡായി വരും എന്നാണ് സങ്കല്പം. അപ്പോൾ അത് വിശ്വസിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിൽ വിശ്വസിക്കുക. നമുക്ക് നല്ലത് മാത്രം വരണമെന്ന് പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോൾ നല്ല ദിവസങ്ങളും നല്ല സന്തോഷമുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.